നമ്മുടെ സമൂഹത്തിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളുള്ളതാണ്. അതായത് ഈ തീവ്രവാദം നമ്മുടെ സമൂഹത്തിലേക്ക് അരിച്ചിറങ്ങുന്നു. കേരളത്തിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാർ ആട് മേയ്ക്കാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്നു. ഇൻവെർട്ടർ കോമ ആട് മേയ്ക്കാൻ അവിടെ പോയി മേയ്ക്കുന്നത് തോക്ക് വെച്ചിട്ടാണ്. പക്ഷെങ്കിൽ ചാക്കോച്ചൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെയല്ല പറയുന്നതിനെ കുറിച്ച്. ഇപ്പൊ ഈ ഡയലോഗിനെ കുറിച്ചും അതിന്റെ മെസ്സേജിനെ കുറിച്ചൊക്കെ ചാക്കോച്ചൻ വളരെ ധീരതയോടെ പറഞ്ഞല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. വരട്ടെ. നമസ്കാരം. വീണ്ടും ഞാൻ ആദ്യമേ തന്നെ പുറത്ത് ഷൂട്ട് ചെയ്തിരുന്നു. ഇറാഖിലൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്തു. അതെവിടെയാണ് ഷൂട്ട് ചെയ്തത് എനിക്കറിയില്ല. പക്ഷെ വളരെ കൺവിൻസിങ് ആയിരുന്നു അതെവിടെയാണ് ഷൂട്ട് ചെയ്തത്. 2, ഇനി ഈ സിനിമ കണ്ടിട്ട് ആക്ച്വൽ ISSകാര് കൊണ്ടുപോകുമോ പിടിച്ചോണ്ട്? പ്രിയ ചേച്ചിക്ക് പേടിയുണ്ടോ? ആ ഷൂട്ടിംഗ് വിശേഷവും കൂടെ ജസ്റ്റ് അറിയാനുള്ള ഒരു ആഗ്രഹം. ചാക്കോച്ചതിനകത്തൊരു സംഭവം ഉണ്ട്. എന്താ കാരണം അറിയോ? IS-നെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ അവരുടെ സാറ്റലൈറ്റിൽ അവർ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഒന്ന് സൂക്ഷിക്കുക. ഈ മീശ വെച്ചിട്ടൊന്നും പ്രത്യേകിച്ച് അവരൊന്നും അങ്ങനെ പേടിപ്പിക്കാൻ പറ്റണമെന്നില്ല. ഞാൻ എപ്പോഴും പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പറയുമ്പോൾ ആദ്യം പറയുന്നത് എന്റെ മിടുക്കല്ല, സംവിധായകൻ. അതിന് പല തലങ്ങളുണ്ട്. ഒരു സെക്കൻഡ്, എന്റെ പ്രിയപ്പെട്ട IS-കാരെ ഇത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ സിനിമ എഴുതി തുടങ്ങുമ്പോൾ കേരളത്തിൽ നിന്ന് അങ്ങനെ ആരും റെക്കോർഡ് ചെയ്തിട്ടില്ല അവിടെ പോയതായിട്ട്. ഈ സിനിമ എഴുതി തുടങ്ങുമ്പോൾ വാസ്തവമായിട്ട് പറയാം, ഞാൻ ഈ ക്യാരക്ടർ ആദ്യം ഈ ക്യാരക്ടർ ഒരു നോർത്ത് ഇന്ത്യൻ ആയിരുന്നു. ബേസ്ഡ് ഓൺ അരീബ് മജീദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു. അത് പുള്ളിയാണ് കല്യാൺ എന്ന് പറഞ്ഞു, ബോംബെ കല്യാണിൽ നിന്ന് പോയി തിരിച്ചു വന്ന ഒരു ഫൈറ്ററാണ്. മൊസൂളിൽ പോയി തിരിച്ചു വന്നു പുള്ളി ഇപ്പോൾ NIA കസ്റ്റഡിയിലുണ്ട്. അപ്പം ഞാൻ ഇയാളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ NIA പോയി. NIA കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരോട് സംസാരിക്കാൻ വേണ്ടി എനിക്ക് പുള്ളി ഒന്ന് കാണാൻ പറ്റുമോ? എനിക്ക് സംസാരിക്കാൻ കാണാനൊന്നും കാണിച്ചൊന്നും തരാൻ പറ്റില്ല. ഞങ്ങൾ പുള്ളിയുടെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവരെന്നോട് പറയുക ഇത് ക്ലാസിഫൈഡ് ആണ്, പക്ഷെ എന്നാലും പറയാം. പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞു. ഇവിടെ എന്തും പറയാം. അപ്പൊ അവരെന്നോട് ഇനിഷ്യേറ്റ് ചെയ്തു. അതായത് നിങ്ങൾ എന്തിനാ ഇത് നോർത്ത് ഇന്ത്യനൊക്കെ ആക്കുന്നത്, ഒരു മലയാളി തന്നെ ആക്കിക്കൂടെ, പറയേണ്ട വിഷയം. അപ്പൊ എനിക്ക് അതിന്റെ തീവ്രത എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ. They were actually feeding me. നിങ്ങളത് മലയാളം. പിന്നീട് എനിക്ക് മനസ്സിലായി. പിന്നീട് ഈ സിനിമയുടെ ഏതാണ്ട് ഷൂട്ടിംഗ് ഏതാണ്ട് പകുതി ആകുമ്പോഴേക്കും ഇത്രയും ഇഷ്യൂസ് ഉണ്ട്. ഞങ്ങൾ അത്രയും കാരണം. പക്ഷെ എങ്കിൽ പോലും ചാക്കാച്ച അജു തമാശയെ ചോദിച്ച ചോദ്യമാണെങ്കിലും അതിനകത്തൊരു സീരിയസ് ഉണ്ട്. ഇതാ കാരണം വെച്ചാൽ ബേസിക്കലി യു ആർ ഡീലിംഗ് വിത്ത് എ ടെറർ ഗ്രൂപ്പ് ആൻഡ് യു ആർ പാസിംഗ് എ സ്റ്റേൺ മെസ്സേജ് അഗെയിൻസ്റ്റ് ദം. അതിൽ ഞാൻ ഒരിക്കലും പേടിക്കുന്ന ആളാണ്. അങ്ങനെ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഞാൻ പറയാം, അങ്ങനെ ലുക്ക് ഇങ്ങനെയാണെങ്കിലും എൻ്റെ അകത്ത് അങ്ങനെയല്ല. ഞാൻ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ തരണം ചെയ്തിട്ട് തന്നെ വന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പോലെ IS എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും എനിക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ട്, അങ്ങനെയുള്ളൊരു കാര്യം പോകണം ചാക്കോച്ചൻ? ഇല്ലെങ്കിൽ ഈ അറിയാത്ത പണിക്ക് ഞാൻ വരില്ലായിരുന്നു. അഭിനയം എനിക്ക് അറിയാൻ മേലാത്ത മേഖല തന്നെയായിരുന്നു. അപ്പൊ ഫസ്റ്റ് പടത്തിൽ നായകനായിട്ട് വരണമെന്ന് പറഞ്ഞാൽ എന്റെ ധൈര്യം സമ്മതിക്കണ്ടേ? പിന്നെ I take life as it comes. എന്തിനാണെങ്കിൽ there is a purpose for something.